ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് LSS ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. LSS ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ചാപ്റ്റർ 1ൻ്റെ പേരാണ് ബിയോണ്ട് ഫിയർ. ഓക്കെ, ബിയോണ്ട് ഫിയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ മോഡൽ എന്ന് പറയുന്നത് റീഅറേഞ്ച് ദ വേർഡ്സ് ടു ഫോം എ മീനിങ് സെൻറ്റൻസ്. അതായത് കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മളത് നോക്കിയിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണം, നല്ല അർത്ഥമുള്ള മീനിങ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ കുറച്ച് വേർഡ്സ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? മദർ, ഫ്ലോർ, ദ, ഓൺ, ലൈയിങ്, വാസ്, ദ. ഓക്കെ, അപ്പോൾ കുറച്ച് കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ദ മദർ വാസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. ദി മദർ സബ്ജക്റ്റ് ആണ് കേട്ടോ. ദ മദർ വാസ് വെർബ്, ലൈയിങ് ഓൺ ദ ഫ്ലോർ ഒബ്ജക്റ്റ്. ഓക്കെ, വെർബ് വാസ് ലൈയിങ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓൺ ദ ഫ്ലോർ. അപ്പോൾ ദ മദർ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് വേണ്ടത്? സബ്ജക്റ്റ് ആണ് വേണ്ടത് കേട്ടോ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവും അല്ലേ എല്ലാവർക്കും? നെയിം അല്ലേ, പേരോ അല്ലെങ്കിൽ എന്താണോ, എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ പറയുന്നത് അതായിരിക്കണം ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം വെർബ്, എന്താണ് അവർ ചെയ്യുന്നത് അത് എഴുതണം. അതിനുശേഷമാണ് ഒബ്ജക്റ്റ്, എന്തിലാണ് ഈ മദർ എവിടെയാണ് കിടക്കുന്നത്? ലൈയിങ് ഓൺ ദ ഫ്ലോർ. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് കുക്കീസ്, ടേബിൾ, ദ, ഓൺ, പ്ലേറ്റ്, എ, സ്പോട്ടഡ്, ഓഫ്, ദേ. അപ്പം ഇതിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ഒരു മീനിങ് സെൻറ്റൻസ് ഉണ്ടാക്കുക? അപ്പം ഇവിടെ ദേ, അവരാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, ദേ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അപ്പം ഇങ്ങനെ വേണം മീനിങ് സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോൺ, ദ, ടു, റാൻ, ദിൽന, ഡയൽഡ് ആൻഡ് 101. അപ്പം ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ദിൽന അല്ലേ, ദിൽന. റാൻ വെർബ്, എന്താണ് ചെയ്യുന്നത്? ദിൽന ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദിൽന റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. ഓടിക്കൊണ്ടിരിക്കുകയല്ല, ഓടി. ദിൽന ഓടി. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണ്. ദിൽന റാൻ ടു ദ ഫോൺ, ഫോണിൻ്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് ഡയൽഡ് 101, ഡയൽഡ് 101 എന്നുള്ള നമ്പർ ഡയൽ ചെയ്തു. ഓക്കെ, കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ദിൽന റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫയർമാൻ, ഡോർ, ദ, അറ്റ്, നോക്ക്ഡ്, സൂൺ, ദ. അപ്പം ഇതിൽ സൂൺ ദ ഫയർമാൻ നോക്ക്ഡ് അറ്റ് ദ ഡോർ. സൂൺ ദ ഫയർമാൻ നോക്ക്ഡ് അറ്റ് ദ ഡോർ. ഓക്കെ, അപ്പോൾ ഇവിടെ സൂൺ എന്നുള്ള വാക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ദ ഫയർമാൻ നോക്ക്ഡ് അറ്റ് ദ ഡോർ. എന്നിട്ടാണ് പിന്നെ വേർബ്, സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ഒക്കെ വരുന്നത്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഹീറോ, ഫയർമാൻ, എ, ഈസ്, സെഡ്, ഷീ, ദ. അപ്പോൾ the fireman said she is a hero. The fireman said she is a hero. Fireman പറഞ്ഞു അവളൊരു ഹീറോ ആണെന്ന്. She is a hero. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മദർ eyes opened her slowly. The mother slowly opened her eyes. The mother slowly opened her eyes. മദർ എന്താ ചെയ്തത്? പതുക്കെ ഐസ് ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവാർഡ്, ദ, ഫയർ സ്റ്റേഷൻ, ഗേവ്, ഹെർ, ദേ, ആൻ, അറ്റ്, ദ. കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ദേ ആണ് ഇവിടെ സബ്ജക്റ്റ് വരുന്നത് അല്ലേ. ദേ ഗേവ് ഹെർ ആൻ അവാർഡ് അറ്റ് ദ ഫയർ സ്റ്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പോർട്ടൻറ്റ്, നോ, ടു, വാട്ട്, ഇൻ, ഡു, എമർജൻസി ആൻഡ് ഇറ്റ്സ്, ടു. അപ്പോൾ ഇവിടെ പറയുന്ന സബ്ജക്റ്റ് ഏതാ വരുന്നത്? ഇറ്റ്സ്, ലൈറ്റ്സ്, ഇറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്നുള്ള ഒരു ഇതിൻ്റെ ഷോർട്ടാണ് കേട്ടോ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു ഇൻ എൻ എമർജൻസി. ഒരു പെട്ടെന്നൊരു എമർജൻസി വന്നാൽ
എന്ത് ചെയ്യണം എന്നുള്ളത് അറിയേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. എന്തെങ്കിലും വീട്ടിൽ നമുക്ക് പെട്ടെന്ന് സംഭവിച്ചാൽ, വീട്ടിലോ അല്ലെങ്കിൽ പുറത്തോ എങ്ങനെയായാലും എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, എമർജൻസിയിൽ എന്ത് ചെയ്യണം, വാട്ട് ടു ഡു, എന്ത് ചെയ്യണം എന്ന് ടു നോ, അതായത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടീച്ച് ഐസക് taught like grandmother I will said ദിൽന me. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും, മീൻസ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കും? ദിൽന സെഡ് ഐ വിൽ ടീച്ച് ഐസക് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ. ദിൽന പറഞ്ഞു ഞാൻ ഐസക്കിനെ ടീച്ച് ചെയ്യും, അല്ലേ, പഠിപ്പിക്കും, ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ, ഗ്രാൻഡ് മദർ എന്നെ പഠിപ്പിച്ച പോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിവിംഗ് റൂം ഫയർമെൻ ദ to led Dilna the. Dilna led the fireman to the living room. Okay. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, ഓരോ സെൻറ്റൻസും നല്ല ക്ലിയർ ആയിട്ട് വായിക്കുക. എന്നിട്ട് ഇതേപോലത്തെ ചെറിയ ചെറിയ വാക്കുകൾ, ചെറിയ സെൻറ്റൻസുകൾ റീഅറേഞ്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, LSS എഴുതുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്തൊരു മോഡലുമായിട്ട് നാളെ തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.